വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. എൻ ബി ടീച്ചേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എൻ ബി ടീച്ചേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എൻ്റെ ഈ ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. HSST ബോട്ടണി ജൂനിയറിന്റെ കുറേ സെയിം സിലബസ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സബ്ജക്ട്സും MCQസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് NVT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. NVT എന്ന് പറയുന്നത് നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സ് ആണ്. കേരളത്തിലുള്ള VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ് NV ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് NV ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു സബ്ജക്ട്സ് എന്ന് പറയുന്നത് ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നിവയാണ്. +1+2 സ്റ്റുഡൻസ് ആണ്. ഒരു VHSC സ്കൂളിൽ +1+2 സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സിനെയാണ് NV ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ടുള്ള ഇവയുടെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ബോട്ടണി ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ ആ ഒരു ബോട്ടണി അല്ലെങ്കിൽ ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്കും, കൂടാതെ കൺസേൺഡ് സബ്ജക്റ്റിൽ BEഡും കൂടാതെ സെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. ദെൻ നെറ്റ്, GRF, PhD, MPhil, MAD എന്നിവ ഉള്ളവർക്ക് സെറ്റ് എക്സംഷൻസ് ഉണ്ടായിരിക്കും. സോ ഈ വരുന്ന സെറ്റ് എക്സാം എന്തായാലും ക്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു സെറ്റ് എക്സാം എന്തായാലും നിങ്ങൾ ക്രാക്ക് ചെയ്യുക. അതിന് എൻ്റെ ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ മറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് എലിജിബിലിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ ഏജ് ലിമിറ്റ് ആണ്. 20 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ഒരു PSC അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ റിസർവ്ഡ് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും. 45,000 മുതൽ 95,000 വരെയാണ്, അല്ലെങ്കിൽ 1 lakh വരെയൊക്കെയാണ് ഇവയുടെ സാലറി സ്കെയിൽ വരുന്നത്. കൂടാതെ ഗവൺമെന്റ് അലവൻസും ബെനിഫിറ്റ്സും ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവയുടെ സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മെജോറിറ്റി കേസസും സെയിം HSST ബോട്ടണി ജൂനിയർ സിലബസ് ബേസ് ചെയ്തിട്ടാണ്. അതുകൂടാതെ കുറച്ച് സിലബസ് അല്ലെങ്കിൽ മൊഡ്യൂളുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. ആ മൊഡ്യൂളുകൾ പുറത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ കട്ട് ഷോർട്ട് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ പ്ലാൻ സാപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ വരുന്ന ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ജോബിനെ കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു കാര്യം ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.